ഓർക്കുമ്പോ അവക്ക് ദേഷ്യമാണ് വരാറ്. പക്ഷെ സമ്മേളനം പാലിക്കാൻ ശ്രമിക്കുക എപ്പോഴും. അത് വേറൊന്നും കൊണ്ടല്ല, മൗനം ശാന്തതയാണ്. ഒന്ന് പ്രതികരിച്ചാൽ പിന്നെ വീട്ടിലെ സമാധാനം കൂടി ഇല്ലാതാക്കിയാലോ എന്നോർത്തിട്ട് മാത്രം. അവൾ പതി അടുക്കളയിലേക്ക് നടന്നു. പിന്നെ മുട്ട പൊരിച്ചെടുത്ത് ഡൈനിങ് ഹാളിൽ എത്തുമ്പോ കുളി കഴിഞ്ഞെത്തിയ ഋഷി അവക്ക് വേണ്ടി കാത്തിരിക്കുമായിരുന്നു. എന്താ രേണു, എത്ര നേരം മുട്ട പൊരിക്കാൻ പറഞ്ഞിട്ട് എന്നും ചോദിച്ചുകൊണ്ട് കയ്യിൽ കരുതിയ മദ്യക്കുപ്പി ടേബിളിലേക്ക് വെക്കുമ്പോ അവക്ക് അരിശമാണ് വന്നത്. ഓഹോ, ഇത് വാങ്ങാൻ മറന്നില്ലല്ലോ. ഭാര്യയ്ക്ക് വെക്കാൻ പാഡ് വാങ്ങണമെന്ന് പറയുമ്പോ മറക്കാം. മദ്യമാകുമ്പോ പിന്നെ ആരും ഓർമ്മിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞവൾ പതിയെ വേദനയോടെ കസേരയിലേക്ക് ഇരുന്നു. ഋഷി ആവട്ടെ അതൊന്നും ശ്രദ്ധിക്കാതെ മുട്ട പൊരിച്ച പ്ലേറ്റ് മുന്നിലേക്ക് വെച്ച ഉടനെ ദേഷ്യത്തോടെ രേണുവിന്റെ മുഖത്തേക്കൊന്ന് നോക്കി.